ഹായ് മക്കളെ. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാറായിട്ടുണ്ട് അല്ലെ. സോ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമും മറ്റ് എക്സാമുകളിലേക്കും വരുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the last subscript in an array A10 is A10 എന്ന് പറയുന്ന ഒരു array അല്ലെ. എന്താണ് array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഡാറ്റാസ് ഒരൊറ്റ സിംഗിൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, arrays എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മൾ ഇവിടെ ഒരു array ഡിക്ലെയർ ചെയ്തു അല്ലെ. 10 എന്ന് പറയുന്ന ഒരു array ആണ്. ഓക്കെ, അപ്പം 10 array സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ A10 അല്ലെ, അതിലെ ലാസ്റ്റ് arrayയുടെ നമ്പർ എത്ര ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. നമുക്കറിയാം നമ്മൾ 10 മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഇത് 0-ൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 10 എന്ന് പറയുന്ന ലൊക്കേഷനിൽ വരുന്ന അറേയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 9 ആയിരിക്കും. സോ ദ ഫസ്റ്റ് അറേയുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 9 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് ടു റീഡ് എ സ്ട്രിംഗ് ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് അല്ലെ. നമ്മൾ ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. എന്താണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ് അല്ലെ. നമ്മൾ എഴുതുന്ന ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്ട്രിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു അറേയിലുള്ള അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു അറേയിലുള്ള സ്ട്രിംഗ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഗെറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, സീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗെറ്റ് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. സോ സ്ട്രിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും ലാസ്റ്റ് ഒരു എസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ, ഗെറ്റ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ടൈപ്പിൽ വരുന്ന സ്ട്രിങ്ങുകളെ നമ്മൾ എന്താക്കുന്നത്, റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. The process of dividing big program into smaller programs are called അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ പ്രോഗ്രാമുകളെ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ സെക്ഷനുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു വലിയ പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. എന്താണ് അതിന്റെ ആൻസർ? ഫസ്റ്റ് ഇത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ സബ് പ്രോഗ്രാംസ് ആണ്, രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് മൊഡ്യൂളറൈസേഷൻ ആണ്, ആൻഡ് തേർഡ് വൺ പറയുന്നത് OOP എന്ന് പറയുന്നതാണ്, പിന്നെ നാലാമത് തന്നിട്ടുള്ളത് നൺ ഓഫ് ദീസ് ആണ് അല്ലെ. നമുക്കറിയാം വലിയ പ്രോഗ്രാമുകളെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഗ്രാം ആക്കി മാറ്റുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്ന പേര് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതാണ് അല്ലെ. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, മൊഡ്യൂളറൈസേഷൻ ആണ് അല്ലെ. നമ്മൾ ലാർജർ പ്രോഗ്രാംസിനെ സബ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ സെക്ഷനുകളാക്കി മാറ്റുന്നതിന് എന്ത് എന്നാണ് പറയുന്നത്, മൊഡ്യൂളറൈസേഷൻ എന്നാണ് പറയുന്നത്. ഫൈൻ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അല്ലെ, DNS സ്റ്റാൻഡ്സ് ഫോർ അല്ലെ. എന്താണ് DNS എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം അതൊരു സെർവർ സിസ്റ്റം ആണ് അല്ലെ. DNS എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർവർ സിസ്റ്റം ആണ്. നമ്മുടെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അവൈലബിൾ ആക്കി തരുന്ന ഒരു സെർവർ സിസ്റ്റം ആണ് എന്ത് എന്ന് പറയുന്നത്, DNS അല്ലെ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് നമുക്ക് ഡൊമൈൻ നെയിം സെർവർ ആണ്, രണ്ടാമതായിട്ട് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്, ആൻഡ് തേർഡ് വൺ പറയുന്നത് ഡൊമൈൻ നെയിം സൈറ്റ്സ് ആണ് അല്ലെ. നമുക്കറിയാം DNS എന്ന് പറയുന്നത് എന്താണ്, ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് അല്ലെ. ഡൊമൈൻ നെയിം നമ്മുടെ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നെയിമും IP അഡ്രസ്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ അല്ലെ. ദ സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്പേസ് ഇൻ എ വെബ് സെർവർ ടു മേക്ക് എ വെബ്സൈറ്റ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് അല്ലെ. നമ്മുടെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് പർച്ചേസ് ചെയ്യും അല്ലെ. ആ പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് വെബ് ഹോസ്റ്റിംഗ് ആണ്, സെക്കൻഡ് നെയിമിൽ പറയുന്നത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ആണ്, തേർഡ് വൺ പറയുന്നത് വെബ് ഡിസൈനിങ് എന്നാണ്, ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് IP സ്പൂഫിംഗ് എന്നാണ് അല്ലെ. നമുക്കറിയാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ വെബ്സൈറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിളിലോ മറ്റു വെബ്സൈറ്റ്സിലോ നോക്കുന്ന സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ആണോ, അല്ല, ഏതാണ്, ഇറ്റ് ഈസ് വെബ് ഹോസ്റ്റിംഗ് അല്ലെ. വെബിന് അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഹോസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ സെർവറിൽ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ പർച്ചേസ് ചെയ്യുകയാണ്. ക്ലിയർ. ഇനി നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ, FTP സ്റ്റാൻഡ്സ് ഫോർ അല്ലെ.
FTP എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രോട്ടോകോൾ ആണ് അല്ലെ. എന്താ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? റൂൾസ് ആണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യുന്ന റൂൾസിനാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത്? പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അല്ലെ. സോ FTP എന്ന് പറയുന്നത് ഏത് പ്രോട്ടോകോൾ എന്നാണ് അല്ലെ? ഫസ്റ്റ് വൺ പറയുന്നത് ഫയൽ ട്രാൻസിറ്റ് പ്രോട്ടോകോൾ ആണ്, സെക്കൻഡ് വൺ പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്, തേർഡ് വൺ പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പെർഫോമൻസ് ആണ്. സോ നമുക്കറിയാം ഇതൊരു പ്രോട്ടോകോൾ ആണ് അല്ലെങ്കിൽ റൂൾ ആണ് അല്ലെ. സോ ഈ FTP എന്ന് പറയുന്നത് ഒരു ഫയൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ ഒരു ഫയല് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് എന്ന് പറയുന്നത്? FTP അല്ലെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യാറുള്ളത്? വിളിക്കാറുള്ളത്. ഇനി നമ്മുടെ 7th ക്വസ്റ്റ്യൻ, the tag used to embed script അല്ലെ. സ്ക്രിപ്റ്റുകൾ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ് എന്നാണ് അല്ലെ. നമുക്കറിയാം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സ്ക്രിപ്റ്റ് എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള അല്ലെ. നമുക്ക് HTML എന്ന് പറയുന്ന ഒരു ടാഗ് തന്നിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് തന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് തന്നിട്ടുണ്ട്, ആൻഡ് ഫൈനലി ബോഡി എന്ന് പറയുന്ന ടാഗ് തന്നിട്ടുണ്ട് അല്ലെ. സ്ക്രിപ്റ്റുകൾ നമ്മുടെ നോർമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ HTML പ്രോഗ്രാംസിലാണ് എന്ത് ചെയ്യാറുള്ളത്? സ്ക്രിപ്റ്റുകളെ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എംബഡ് ചെയ്യാറുള്ളത്. സോ നമ്മൾ ഏത് സ്ക്രിപ്റ്റ് ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണോ, VB സ്ക്രിപ്റ്റ് ആണോ, ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ സ്ക്രിപ്റ്റ് എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് അല്ലെ. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു നോർമൽ HTML പ്രോഗ്രാമിന്റെ ഉള്ളിൽ സ്ക്രിപ്റ്റുകളെ എംബഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ജാവാ സ്ക്രിപ്റ്റ് ആവാം, VB സ്ക്രിപ്റ്റ് ആവാം, PHP ആവാം, ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 8th ക്വസ്റ്റ്യൻ, the keyword used to declare variables in a JavaScript അല്ലെ. ഇനി ജാവാസ്ക്രിപ്റ്റ് ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്, അധികം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള അല്ലെ. നമുക്കറിയാം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏത് കീവേഡ് ആണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നോർമലി C++ലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് char എന്ന് പറയുന്നതാണ്, രണ്ടാമത് get എന്ന് പറയുന്നതാണ്, ആൻഡ് തേർഡ് വൺ var എന്ന് പറയുന്ന അല്ലെ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വേരിയബിൾ ആണല്ലേ, ഇറ്റ് ഇസ് എ വേരിയബിൾ. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് വൺ, VAR അല്ലെങ്കിൽ var എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഓരോ വേരിയബിൾസിനെയും ഡിക്ലെയർ ചെയ്യുക അല്ലെ. ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി എന്ത് ചെയ്യേണ്ട? ഡാറ്റ ടൈപ്പുകളൊന്നും ഡിക്ലെയർ ചെയ്യേണ്ട. ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഏതാണ് ഡാറ്റ ടൈപ്പ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മുടെ 9th ക്വസ്റ്റ്യൻ, the port number of HTTP അല്ലെ. HTTP എന്ന് പറയുന്നത് എന്താണ്? അതും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ റൂൾ അല്ലെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ റൂൾ ആണ് എന്ത് എന്ന് പറയുന്നത്? HTTP എന്ന് പറയുന്നത് അല്ലെ. സോ ഈ HTTPക്ക് ഒരു പെർട്ടിക്കുലർ പോർട്ട് നമ്പർ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് നമ്പർ അവൈലബിൾ ആണ്. സോ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 110, സെക്കൻഡ് വൺ 25, തേർഡ് വൺ 80, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് 443 അല്ലെ. ഈ ഓരോ പോർട്ട് നമ്പേഴ്സിനും ഓരോ സിസ്റ്റം ഉണ്ട്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്നാണ് അല്ലെ. സോ ആ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? പോർട്ട് നമ്പർ 80 എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ വെബ്സൈറ്റുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമ്മുടെ 10th ക്വസ്റ്റ്യൻ അല്ലെ, the level of abstraction that describes how data is actually stored അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ അല്ലെ. നമ്മുടെ ഡാറ്റകൾ ഡിഫറെന്റ് ലെവലിൽ എന്ത് ചെയ്യാറുണ്ട്? അബ്സ്ട്രാക്ട് ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഹൈ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് അല്ലെ, ഹൗ ഡാറ്റ ഈസ് ബീങ് ആക്ച്വലി സ്റ്റോർഡ്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ. ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മെമ്മറിയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചത്, ഏത് ടൈപ്പ് ഡാറ്റ സ്റ്റോർ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിഫറെന്റ് ലെവൽസിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഹൗ ഡാറ്റ ഈസ് ബീങ് ആക്ച്വലി സ്റ്റോർഡ്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ. സോ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ്
ഫിസിക്കൽ ലെവൽ ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷനിലാണ് എങ്ങനെയാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എന്താവുന്നത് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനുകളായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.